ഞങ്ങൾ 119 അതിന്റെ 162 വാക്യം. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഈ വചനത്താൽ സർവശക്തനായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് വേഗത്തിൽ ആ വചന ഭാഗത്തെ അല്പനിമിഷം ധ്യാനിക്കാം. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിപ്പമുള്ള സങ്കീർത്തനമാണ് 119 അല്ലെ? ഈ സങ്കീർത്തനത്തിലെ പല വാക്യങ്ങളിലും പലരും 2026 പോലും എത്താത്തവരുണ്ട്. മനസ്സിലായില്ല? ഈ സങ്കീർത്തനത്തിലെ പല വാക്യങ്ങളിലും ഈ 2026 എത്താത്തവരും. ഈ വാക്യം തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ചിലരൊക്കെ ഇപ്പോഴായിരിക്കും കാണുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. സ്തോത്രം. കാരണം 119 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ അങ്ങനെ പരമാവധി ഓടിച്ചെല്ലാം മടിക്കുന്നൊരു സങ്കീർത്തനം. എന്നാൽ ഇത് കാണാതെ പഠിച്ച് പറയുന്നതിലുമുണ്ട്. അപ്പോൾ ഈ 119 സങ്കീർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യം എഴുത്തുകാരൻ കൊടുത്തിരിക്കുന്നത് ദൈവവചനത്തിനാണ്. സ്തോത്രം. എത്രത്തോളം ദൈവത്തിന്റെ വചനത്തെ മഹത്വപ്പെടുത്താമോ, എത്രത്തോളം ദൈവത്തിന്റെ വചനത്തെ ഉയർത്താമോ, അത്രത്തോളം ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന്റെ വചനത്തെ ഹൈലൈറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു സംഗീതം. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണെന്നുള്ള വെളിപ്പെടുത്തലാണ് 119 അല്ലെ? ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണ്. ശരിയല്ലേ? സ്തോത്രം. കർത്താവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിനോടനുബന്ധിച്ചുള്ള പ്രാധാന്യം ചെറുതല്ല, വലുതാണ്. മനസ്സിലായോ? സ്തോത്രം. ഈ വചനത്തിൽ തന്നെ ചില വാക്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഈ 119 സങ്കീർത്തനം. ദൈവത്തിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം. കണ്ടോ? നമ്മുടെ ദിന ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന വാക്യം അല്ലേ? സ്തോത്രം. സ്തോത്രം. ഒത്തിരി വാക്യങ്ങൾ ഇതിന്റെ അകത്ത് പറയാനാണെങ്കിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പം വചനം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് എത്രത്തോളം അവന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണെന്ന് തെളിയിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. വചനം, ന്യായപ്രമാണം, സാക്ഷ്യം, ചട്ടങ്ങൾ, ഇതിനെയൊക്കെ എടുത്ത് പറയുന്ന ഈ പദങ്ങളൊക്കെ ഒരുപാട് എടുത്ത് ഈ സങ്കീർത്തനത്തിൽ പറയുന്നതായിട്ട് ഇത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ടോട്ടൽ എത്ര വാക്യമുണ്ട്? 176 വാക്യം അല്ലേ? അപ്പം ഇത് ഹീബ്രുവിലെ അക്ഷരമാല ക്രമത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ഹീബ്രുവിൽ 22 അക്ഷരമുണ്ട്. 22 അക്ഷരം ഹീബ്രുവിലുണ്ട്. ആ 22
അക്ഷരങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് നിങ്ങൾ കണ്ടോ? ഷീ കണ്ടോ എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ 22 ഹീബ്രുവിലെ 22 അക്ഷരമാലാ ക്രമത്തിലാണ് ഈ സങ്കീർത്തനം രചിച്ചിരിക്കുന്നത്. എല്ലാ സ്തോത്രം അതിന്റെ ഓരോ അക്ഷരം എടുത്ത് പഠിക്കുമ്പോൾ എല്ലാത്തിനകത്തും 8 വീതം വാക്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 8 വീതം വാക്യങ്ങൾ. എല്ലാ പോർഷനകത്തും 8 വീതം വാക്യങ്ങൾ ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വായിച്ച ആ പാരഗ്രാഫ് നോക്കിയേ, അതിനകത്തും 8 വാക്യങ്ങളുണ്ട്. 161 മുതൽ 168 വരെ 8 വാക്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ദാവീദ് രചിച്ച സങ്കീർത്തനമാണെന്നാണ് കൂടുതലും ചരിത്രകാരന്മാർ ഒരേപോലെ പറയുന്നത്. എസ്രയാണെന്ന് ചിലർ പറയുന്നുണ്ട്, ആരുമായിക്കൊള്ളട്ടെ. പക്ഷെ ഇതിന്റെ ചില ഭാഗങ്ങളുണ്ട്. പരിഹാസം, ആ സമയത്ത് കഷ്ടം, ആ സമയത്ത് വചനത്തെ ചേർത്ത് പിടിച്ച അനുഭവങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം അതിനോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യൻ ദാവീദാണെന്നാണ് എഴുത്തുകാരന്മാർ സൂചിപ്പിക്കുന്നത്. സ്തോത്രം, ആരുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും ഇത് ദൈവത്താൽ എഴുതപ്പെട്ടതാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക്. കാരണം ഇതിന്റെ അകത്തൊരു വാക്യമുണ്ട്, ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാവും. ഓക്കെ, നമ്മുടെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 162 ചിന്തയാണ് ദൈവാത്മാവ് തന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ അല്പനേരം നമുക്ക് ധ്യാനിച്ച് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചു. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. സ്വതന്ത്രം അല്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം പ്രാരംഭത്തിൽ തന്നെ പറയാം. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകും. നിങ്ങൾ ഇങ്ങനെ വേണം പോവാൻ. നമ്മൾ വായിച്ചതുപോലെ പോണം. എങ്ങനെ? വലിയ ഒരു കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ നിങ്ങൾ മടങ്ങണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് ദൈവം കൃത്യ ഒരു വെളിപ്പാട് തന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ദൂതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൈമാറും. അത് പ്രാപിച്ചിട്ട് മടങ്ങി പോകാം. സ്തോത്രം ചെയ്യും. ഇവിടെ പറയാം, വലിയ കൊള്ള കണ്ടുകിട്ടുന്ന അനുഭവം. സ്തോത്രം. ഞാൻ അതിനെ വിശദീകരിക്കുന്നതിന് മുമ്പ് അടുത്ത ഭാഗം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ദൂതിലേക്ക് വരാം. അപ്പൊ വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇതിന്റെ ഒരു വശം ഞാൻ പറഞ്ഞിട്ട്, ഒരു വശം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊള്ള കണ്ടു കിട്ടുക. ഈ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ സാഹചര്യം വെച്ച് എന്ത് ചെയ്തത് എഴുതിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ സാഹചര്യം, അതായത് യുദ്ധത്തിനൊക്കെ പുറപ്പെട്ട് രാജാക്കന്മാർ സൈന്യമൊക്കെ ചെല്ലുമ്പോൾ യുദ്ധത്തിൽ ജയിക്കുന്നവർ തോറ്റവരുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ അവർക്ക് ലഭിക്കപ്പെടുവാനിടയായി തീരും. അതൊരിക്കലും അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കിട്ടുന്നതല്ല. അപ്രതീക്ഷമായി അവർക്ക് കിട്ടുന്ന നന്മകളാണ്, അപ്രതീക്ഷമായി കിട്ടുന്ന അനുഗ്രഹമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് പ്രതീക്ഷിക്കാതെ അവർ യുദ്ധത്തിനൊക്കെ ചെന്ന് അവരെ തോൽപ്പിച്ചു കഴിയുമ്പോൾ ആ ശത്രുപാളയത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ നന്മകളെ, അനുഗ്രഹങ്ങളെയാണ് കൊള്ള കണ്ടു കിട്ടുക എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? സ്തോത്രം. അപ്പോ അത് കണ്ടു കിട്ടുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം വേഗത്തിൽ പ്രാപിക്കാൻ കഴിയുമ്പോൾ ആ രാജ്യത്തിന്, രാജാവിനും സൈന്യാധിപനും പടയാളികൾക്കും
അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. മനസ്സിലായോ? അവർക്കുണ്ടാകുന്ന ഒരു വലിയ ഒരു നിധി കിട്ടിയത്. മനസ്സിലാവുന്നുണ്ട്? നമ്മള് എത്ര വർഷമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരനുഗ്രഹം കേൾക്കുന്നുണ്ട്. എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരനുഗ്രഹം കിട്ടുന്നേ. സ്തോത്രം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ എഴുത്തുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രഹല്യ, അപ്രതീക്ഷമായി അവര് യുദ്ധത്തിനാ പോയത്. പക്ഷെ ആ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ശത്രുക്കളുടെ പാളയത്തിലുള്ളത് ഇവർക്ക് ലഭിക്കും. അതൊരിക്കലും അവർക്ക് പ്രതീക്ഷിച്ച് കിട്ടുന്നതല്ല, അപ്രതീക്ഷമായി കിട്ടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ആ കിട്ടുന്ന നിധി, അനുഗ്രഹം, അത് രാജാവും സൈന്യാധിപനും ഒക്കെ ചേർന്ന് ഇതിന്റെ അകത്ത് പങ്കെടുത്ത് എല്ലാവർക്കും പകുത്തു കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം പോലെ ഞാൻ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ആനന്ദിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അത് ഞാൻ അവസാനം വരുമ്പോ ഒന്നുകൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അപ്പൊ ഇത് മനസ്സിലായോ? നേരിയ സ്തോത്രം. കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ എന്ത് ചെയ്യാം? ആരാധിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, എങ്ങനെയാണ് കൊള്ള കണ്ട് കിട്ടുന്നത്? ഇതാണ് പ്രധാന ദൂത്. എങ്ങനെ കൊള്ള കണ്ട് കിട്ടും? രണ്ട്, ഞാൻ ഈ പറഞ്ഞതിനനുസരിച്ചുള്ള ഒരു വെളിപ്പാടല്ല ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. മറ്റൊരു തലത്തിലാണ് ദൈവം എന്നെ ഒരു ദൂത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇതിന്റെ അകത്ത് പ്രാപിക്കേണ്ടവരുണ്ടെന്ന് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ 4 പ്രധാനപ്പെട്ട കാര്യമാണ് കൊള്ള കണ്ട് കിട്ടാൻ ചെയ്യേണ്ടത്. 4 പ്രധാനപ്പെട്ട കാര്യം കൊള്ള കണ്ട് കിട്ടാൻ. ഒന്നാമത്തെ കാര്യം, ധൈര്യത്തോടെ നമ്മൾ മുൻപോട്ട് ഇറങ്ങണം. ഞാൻ പറഞ്ഞത് കേട്ടോ? ധൈര്യത്തോടെ എന്ത് ചെയ്യണം? മുൻപോട്ട് ഇറങ്ങണം. എങ്ങോട്ട് ഇറങ്ങണം? സ്തോത്രം. എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് മുൻപിലുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, നമുക്കെന്തെങ്കിലും നേടി എടുക്കണം എന്ന് മുൻപിലുണ്ടെങ്കിൽ, സ്തോത്രം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്കെന്തെങ്കിലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ, സ്തോത്രം, നമുക്കെന്തെങ്കിലും അവകാശം ആക്കണം എന്നുണ്ടെങ്കിൽ, പുതച്ചുകൂടി കിടന്നിട്ട് കാര്യം. കേൾക്കുന്നുണ്ടോ? പുതച്ചുകൂടി കിടന്നിട്ട് കാര്യമില്ല. സ്തോത്രം. പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ചില അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ചിലതിനെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ മുൻപോട്ടൊന്ന് ഇറങ്ങണം. സ്തോത്രം. യുദ്ധത്തിന് പുറപ്പെട്ടു ചെന്ന് ഒരു കൊള്ള പ്രാപിച്ചെടുക്കണം എങ്കിൽ, കൊട്ടാരത്തിന്റെ അകത്ത്, കൊട്ടാരത്തിന്റെ രാജ്യത്തിന്റെ വേലിക്കെട്ടിന്റെ അകത്ത് ഇരുന്നത് കൊണ്ട് ഒന്നും നടക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ശത്രുവിന്റെ പാളയത്തിന്റെ അകത്തിരിക്കുന്നത് നിന്റെ പാളയത്തിന്റെ അകത്ത് വരണമെങ്കിൽ, പരിധിക്കുള്ളിൽ നീ ഒതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല. അതിനെ പ്രാപിക്കാൻ നീ മുൻപോട്ടിറങ്ങണം.
ഓ, എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഞാൻ തെളിയിക്കാം. ഞാൻ വചനം കൊണ്ട് തന്നെ തെളിയിക്കാം. ആദ്യം നിങ്ങളെ ഇതൊന്ന് പഠിപ്പിച്ചിട്ട്. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിലതിനെ പ്രാപിച്ചെടുക്കണമെങ്കിൽ, ഇന്ന് ചിലതിനെയൊക്കെ നേടിയെടുക്കണമെങ്കിൽ, ഞാൻ ഒന്നുകൂടെ കേറി പറയുന്ന ഒരു വാക്ക് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. അപ്രതീക്ഷമായി എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാത്ത ചിലതും കൂടെ നമുക്ക് വന്നു ചേരണമെങ്കിൽ ഇന്ന് നീ ഒതുങ്ങിയിരിക്കരുത്, നീ മുൻപോട്ട് കാൽ ചുവട് വെക്കണം. മനസ്സിലായോ? കൊള്ള കണ്ടുകിട്ടിയ രാജാവിനോടും രാജ്യത്തോടും നിങ്ങളൊന്ന് ചോദിച്ചേ. വിശുദ്ധ ബൈബിളിൽ ഞാൻ തെളിയിക്കാമല്ലോ. അവര് പറയും, ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഒതുങ്ങിയിരുന്നത് കൊണ്ടല്ല, ഞങ്ങൾ വേലിക്കെട്ടിന്റെ അകത്ത് ഒതുങ്ങിയിരുന്നുകൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ മുൻപോട്ടിറങ്ങാൻ തീരുമാനമെടുത്തിടത്താണ് കൊള്ള കണ്ടു കിട്ടിയതിന്റെ ഒന്നാമത്തെ വിടുതൽ നടന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇതിനെ ഒന്ന് ആത്മീയമായിട്ട് പഠിച്ചേ. പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്, ഉപവാസങ്ങളിൽ തളർന്നു പോകരുത്, ആത്മീയ കൂട്ടായ്മകളിൽ തളർന്നു പോകരുത്. ഇന്ന് പകൽക്കാലം നീ മുൻപോട്ട് ഇറങ്ങിയാൽ, പ്രാർത്ഥനയിലും ആരാധനകളിലും നീ മുൻപോട്ട് ഇറങ്ങിയാൽ ചിലതിനെ പ്രാപിക്കാൻ കഴിയും. അപ്പൊ ആത്മീയപരമായിട്ടും കൂടെ നിങ്ങൾ ഇതിനെ ചിന്തിച്ചോണം കേട്ടോ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ച, ഒന്ന്, നമ്മൾ മുൻപോട്ട് എന്ത് ചെയ്യണം? ഇറങ്ങണം. കൊള്ള കണ്ടു കിട്ടണമെങ്കിൽ മുമ്പോട്ടൊന്ന് ഇറങ്ങണം. പ്രാപിക്കണമെങ്കിൽ മുൻപോട്ട് പോയേ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? രക്ഷിക്കപ്പെട്ട് ഇത്രയും വർഷമായെങ്കിലും പലരുടെയും വണ്ടി എവിടെ? നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ പലരും അതിനകത്തുള്ള പുള്ളികളാണ്. രക്ഷിക്കപ്പെട്ടു, ശരിയാണ്. പക്ഷെ ഇത്രയും വർഷമായി, പക്ഷെ പലപ്പോഴും നമ്മുടെ വണ്ടി എവിടെ കിടക്കുക? നിങ്ങൾ ആവേദോത്രമൊന്നും പറയുന്നില്ല. വണ്ടി ഇപ്പോഴും അവിടെ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? സ്തോത്രം. ഒരു ബുധനാഴ്ചത്തെ പ്രയർ കഴിയുമ്പോ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് കയറിയിരിക്കണം. ഒരു പ്രാർത്ഥന കഴിയുമ്പോ ഒരു സ്റ്റെപ്പ്, അല്ലാതെ പുറകോട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ പറഞ്ഞത് കൊള്ള കണ്ട് കിട്ടുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മുൻപോട്ട് കുതിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായവർക്ക് ആവശ്യമാണ്. വചനം കൂടെ തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ട്, യുദ്ധം ചെയ്യണം. കൊള്ള കണ്ട് കിട്ടണമെങ്കിൽ യുദ്ധം ചെയ്യണം. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ശത്രുവിനോട് പോരാടണം. സ്തോത്രം, 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 സ്തോത്രം. ചിലതിനെ പ്രാപിച്ചെടുക്കണമെങ്കിൽ, ചിലതിനെ നേടിയെടുക്കണമെങ്കിൽ, പ്രതീക്ഷിക്കാത്ത ചിലതും കൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറണമെങ്കിൽ ഇന്ന് ചില ശത്രു തലങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പോരാടിക്കൊണ്ടിരിക്കണം, പോരാടിക്കൊണ്ടിരിക്കണം, പോരാടിക്കൊണ്ടിരിക്കണം. ഇന്ന് പകൽ നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിച്ചോണം. ചാരത്തും ദൂരത്തും ഇരിക്കുന്നവർ, നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിച്ചോണം. ഒരു കൊള്ള
കണ്ട് കിട്ടുന്ന അനുഭവത്തിലേക്ക് ആത്മീയമായിട്ടും അല്ലാതെയും നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നതിനെ, നമ്മളെ മുൻപോട്ട് വിടാതെ വണ്ണം തടസ്സമായി നിൽക്കുന്നതിനോട് നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഇല്ല, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ, ചിലത് പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നോട് ശത്രു പോരാടുന്നുണ്ടെന്ന് അകത്തളങ്ങളിൽ ഉറപ്പുള്ളവർ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. പോരാടാനുള്ള ഒരു കൃപ എന്റെ മേൽ ഇന്ന് പകരണം. സ്തോത്രം, 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 സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ശത്രുവിനോട് എന്ത് ചെയ്യണം? പോരാടണം. സ്തോത്രം. നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ദുഷ്ടാത്മ സേനകളുണ്ട്, ലോകശക്തികളുണ്ട്, സ്വലോക ഭൂലോക മേഖലകളിൽ വ്യാപരിക്കുന്ന ശക്തികളുണ്ട്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നറിയാവോ? നമ്മൾ ചിലത് പ്രാപിക്കരുത്, നമ്മൾ ചിലതിലേക്ക് എത്തിച്ചേരരുത്, നമ്മുടെ കുടുംബം എത്തരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തരുത്, പ്രാർത്ഥിക്കുന്നവരെത്തരുത്. പക്ഷെ ആത്മാവ് ഇടപെടുക. കൊള്ള കണ്ട് കിട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നീയും എത്തിച്ചേരണമെങ്കിൽ ഇന്ന് ശത്രുവിനോട് തുടർമാനം പോരാടണം. സ്തോത്രം. ഞാൻ കൊള്ള കണ്ട് കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പോരാടണം. എന്താ നഷ്ടപ്പെട്ടതെന്ന് ഞാൻ അടുത്ത പറയാം. സ്തോത്രം. അപ്പൊ ഒന്ന്, മുൻപോട്ടെത്തിയണം, ഇറങ്ങണം. രണ്ട്, മുൻപോട്ട് ഇറങ്ങിയവർ ശത്രുവിനോട് പോരാടണം. എന്തിനാ പോരാടാൻ പറഞ്ഞേ? അതൊരു ദൂതാണ്. ആ ദൂതാണ് ഞാൻ അവസാനം ശുശ്രൂഷിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എന്താണ് പോരാടണമെന്ന് പറഞ്ഞത്? തിരുവചനത്തിൽ വ്യക്തമായത് പറയുന്നു. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് കോപം കവർന്നെടുക്കാൻ കഴിയത്തില്ല. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുകയാ. ശത്രുവിനോട് പോരാടണമെന്ന് പറഞ്ഞതെന്താ? ശത്രുവിനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതെന്താ? ശത്രുവിനോട് നീ ആത്മീയമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതെന്താ? ചിലതിനെ അവന്റെ അകത്തളങ്ങളിൽ നിന്ന് നിനക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ അവനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ, അവനെ പിടിച്ചൊതുക്കിയിട്ടല്ലാതെ, അവനെ ബന്ധിച്ചിട്ടല്ലാതെ നിനക്ക് അതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. കുഞ്ഞെ, ഇന്നത്തെ ദൈവം ഇടപെടുകയാണ്. നിന്റെ ചില അനുഗ്രഹങ്ങളെ, നിന്റെ ചില അനുഭവങ്ങളെ ശത്രുവാകുന്നവൻ ഇപ്പോഴേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോ പകൽ അതിനോട് സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുത്തോളം കേട്ടോ. മൂന്നാമത്തെ കാര്യം, പോരാടുന്ന ശത്രുവിനെ പിന്തുടരണം. കൊള്ള കിട്ടണമെങ്കിൽ ശത്രുവിനോട് എന്ത് ചെയ്യണം? പോരാടണം. അവിടെ കൊണ്ട് നിർത്തരുത്. അവനെ എന്ത് ചെയ്യണം? പിന്തുടരണം. അല്ലാതെ അവനെ കാണുമ്പോ കൊള്ളയെല്ലാം കൊണ്ട് ഇട്ടിട്ട് നമ്മൾ ഓടണം. കേൾക്കുന്നുണ്ടോ? ദൂരത്തൂന്നൊരു പിശാച് വരുന്നു എന്ന് പറഞ്ഞ നമുക്കെന്നാ? നമുക്ക് പേടിയാ അല്ലേ? പ്രാർത്ഥിക്കുമ്പോ ഇന്ന വിഷയം, ഇന്ന മേഖലയിലൂടെ ഒരു വിഷയം വരുന്നു. പിന്നെ നമുക്കെന്താ? ടെൻഷൻ. പിന്നെ നമുക്ക് നിങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും അല്ലേ? വളരെ കോൺഫിഡൻസ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നവരല്ലേ എല്ലാവരും ഇവിടെ ഇരിക്കും.
എന്തെങ്കിലും ഒരു വിഷയം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ആദി ഇല്ലേ? സ്തോത്രം. ആദി ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്തോത്രം. നല്ലൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒരു മരണത്തിന്റെ പോര് കാണുന്നുണ്ട്, പ്രാർത്ഥിച്ച വിടുതലുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതുമല്ല, അവരുടെ ഉള്ള പ്രാർത്ഥന. ഞാൻ പറഞ്ഞ മനസ്സിലായി? പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അപ്പൊ എന്നെ പറ്റി അന്ന് വരെ ഉള്ള പ്രാർത്ഥന അതോടുകൂടി എന്നാ കാര്യം? ബാക്കി മനസ്സിലായി. കൊള്ള കണ്ട് കിട്ടണം എങ്കിൽ നീ പോരാടുന്ന ശത്രുവിനെ പിന്തുടർന്ന് ഓടിക്കണം. സ്തോത്രം, സ്തോത്രം. എതിർത്തു നിൽക്കാൻ കഴിയത്തില്ല എന്ന് ശത്രുവിന് മനസ്സിലായാൽ, ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ സാഹചര്യം വെച്ചാ ഇത് എഴുതിയിരിക്കുന്നത്, എതിർത്തു നിൽക്കാൻ ശത്രുവിന് സാധ്യമാകത്തില്ല എന്ന് മനസ്സിലായാൽ അവർ സ്വയം പിന്മാറുന്ന അനുഭവമാണ്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പിന്മാറുന്ന സമയത്ത് അവരുടെ വിശേഷമായ ഹല്ലേലൂയ വസ്തുക്കൾ, നന്മകൾ പരമാവധി എടുത്തുകൊണ്ട് അവരവിടെ നിന്ന് പോകുവാൻ പദ്ധതിയിടും. കാരണം ഇനിയും പോരാടിയാൽ ജയിക്കാൻ സാധ്യതയില്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്മാറിയിട്ട് ഹല്ലേലൂയ നല്ല അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ എടുത്ത് അവരവിടെ നിന്ന് മാറിപ്പോകാൻ പദ്ധതിയിടും. ഈ സമയത്ത് ഹല്ലേലൂയ അന്നത്തെ കാലത്ത് ജയിച്ചു നിൽക്കുന്ന ഹല്ലേലൂയ രാജാക്കന്മാരും സൈന്യബല എന്ത് ചെയ്യുന്നറിയാമോ? ഇവരുടെ പുറകെ പോകും, ഇവരുടെ പുറകെ പോകും. അവന്റെ കയ്യിലുള്ളത് പ്രാപിക്കാൻ, നേടിയെടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ആ തലത്തിലേക്ക് നമ്മുടെ ആത്മീയ മണ്ഡലം കയറട്ടെ. ശത്രുവെന്ന് കേൾക്കുമ്പോൾ പതറിപ്പോകുന്ന ഒരു ആത്മമനുഷ്യനല്ല നമ്മുടെ അകത്തു വേണ്ടത്. ശത്രു വരുമ്പോൾ അവനെ ഞാൻ പിന്തുടർന്ന് തോൽപ്പിക്കുമെന്ന് അകത്തളങ്ങളിൽ പ്രചോദനം തരുന്ന ഒരാത്മമനുഷ്യനിലേക്ക് നമ്മൾ മാറണം. സ്തോത്രം, സ്തോത്രം. ശത്രുവിന്റെ കയ്യിലിരിക്കുന്നത് നിന്റെ കരത്തിൽ വരുന്നൊരു ദൂത ഞാൻ ഈ പറയുന്നത്. ശത്രു അവകാശമാണെന്ന് പറയുന്നത് നിനക്ക് ദൈവം മടക്കി തരുന്ന ദൂത ഞാൻ ഈ പറയുന്നത്. ഇന്ന് പകൽക്കാലം ശത്രുവിനോട് പോരാടുക മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് അവൻ ഒരു ചുവട് വെക്കുന്നതിന് മുമ്പ് നീ 2 ചുവട് അവനെതിരെ മുമ്പോട്ട് വെക്കണം. അവനെ പിന്തുടരണം, അവനെ പിന്തുടരണം. സ്തോത്രം. 4-ാമത്തെ കാര്യം കൂടെ പറയാം. തിരച്ചിൽ നടത്തണം എന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ശത്രുക്കളെ ജയിച്ചു കഴിയുമ്പോൾ അവരുടെ തമ്പുകളിൽ എന്ന് വെച്ചാൽ അവരുടെ ക്യാമ്പ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മണ്ണിനടിയിൽ ഇവര് നിധികൾ സൂക്ഷിച്ചിട്ടുണ്ട്. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, വസ്തുക്കൾ, സ്തോത്രം, വസ്ത്രങ്ങൾ ഇവര് സൂക്ഷിച്ചു വെക്കും. സ്തോത്രം. ആരും എത്തിയരുത്, ഇതെടുത്തുകൊണ്ട് പോകരുത്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവരുടേതാകുന്ന ഏറ്റവും വിശേഷതയും വിലപിടിപ്പുമുള്ള സാധനങ്ങൾ ഭദ്രമായി ഇവർ സൂക്ഷിച്ചു വെക്കും. ശത്രുവിനോട് യുദ്ധം ചെയ്ത് പോരാടി അവരെ തോൽപ്പിച്ചതിന് ശേഷം ജയിച്ച ഈ സൈന്യം എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ ക്യാമ്പുകളിൽ ചെല്ലും, അവരായിരിക്കുന്ന ദേശത്ത് ചെല്ലും. ചെന്നിട്ട് ഹല്ലേലൂയ വിശേഷമേറിയ ആഭരണങ്ങളും നന്മകളും വസ്ത്രങ്ങളും ഒക്കെ അവരവിടെ നിന്ന് കൊള്ളയടിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
ഇത് ഹല്ലേലൂയ സ്തോത്രം ഒരു ദിവസം കൊണ്ട് അല്ലെ ചില മണിക്കൂറുകൾ കൊണ്ട് സാധ്യമാകുന്ന കാര്യമാണ്. നീണ്ട ഒരു കാലത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, ഈ കാലത്തിന്റെ ഇരിപ്പൊന്നുമല്ല. യുദ്ധം ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾ കൊണ്ട് പ്രാപിക്കുന്ന അനുഭവമാണ് കൊള്ള കണ്ടുകിട്ടുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു മർമ്മം അതാണ്. ഹല്ലേലൂയ സ്തോത്രം. ചിലതിനെ പ്രാപിച്ചെടുക്കത്തക്കവണ്ണം ശത്രുവാകുന്നവൻ ഇരിക്കുന്ന, അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ഇടങ്ങളിലേക്ക് ചിലതിനെ നമ്മൾ നേടിയെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ശത്രു ഹല്ലേലൂയ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ നമ്മൾ കൊള്ള പങ്കിടണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് 4 കാര്യം മനസ്സിലായോ? 1, ധൈര്യത്തോടെ മുൻപോട്ട് ഇറങ്ങണം. 2, യുദ്ധം ശത്രുവിനോട് പോരാടണം. 3, ശത്രുവിനെ പിന്തുടരണം. 4, തിരച്ചിൽ. ഇതിനെയാണ്, ഈ പ്രോസസ്സാണ്. ഈ 4 പ്രോസസ്സ് കഴിയുമ്പോൾ അവർ കൊള്ള പങ്കിടും. അല്ലെ, കൊള്ള അവർക്ക് കണ്ടുകിട്ടും, അതവർ പങ്കുവെക്കും. ഇതാണ് ഹല്ലേലൂയ സ്തോത്രം ചരിത്രമായി സംഭവിച്ചു കൊണ്ടിരുന്ന കാര്യം. ബൈബിളിൽ ഒരുപാട് ഉദാഹരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ശത്രു വന്നു പരാജയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കുഷ്ഠരോഗികൾ എന്ത് ചെയ്തു? അവിടെ വെച്ച് എന്തോ കൊള്ള പങ്കിട്ടു. ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ എടുത്തു കാണിക്കാനുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കർത്താവ് എനിക്ക് തന്ന ദൂത് കിടക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിലാണ്. സ്തോത്ര ഹല്ലേലൂയ. അതിനെ അനുബന്ധിച്ചാണ് പരിശുദ്ധാത്മാവ് ഈ ദൂതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ എല്ലാവരും തുടർന്നായിരിക്കണം. ഞാൻ കൊള്ള പങ്കിടുന്നത് അല്ലെ കൊള്ള കണ്ടു കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. ഇനിയും ദൂതിലേക്ക് കയറുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കുവാൻ ഞാൻ കർത്താവിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച് 30-ാം അധ്യായം. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ദാവീദും തന്റെ സൈന്യവും പുറത്തുപോയ സമയം, ആ സമയത്ത് അമാലേക്യർ എന്ന് പറയുന്ന ഒരു കൂട്ടം ശത്രു സിക്ലാഗിൽ വന്ന് ദാവീദിന്റെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, അവിടുത്തെ സമ്പത്തുകൾ, നന്മകൾ എല്ലാം ഇവര് കൊള്ളയിട്ട്, എല്ലാം ഇവരെടുത്ത് ആ നഗരത്തെ തീക്കിരയാക്കി. മനസ്സിലായോ? അതാണ് അവിടെ വായിച്ചത്, തീക്ക് ഇരയാക്കി. സ്തോത്രം. ഇങ്ങനെ വന്നു. ദാവീദും തന്റെ കൂടെയുള്ള സ്തോത്രം സൈന്യം കൂടെ അവരെ പട്ടണത്തിൽ എത്തിയപ്പോൾ അവരെ കാണുന്നത് സിക്ലാഗ് എന്ന് പറയുന്ന ഭൂമി തീക്കിരയായി കിടക്കുക. സ്ത്രീകളില്ല, കുട്ടികളില്ല, സമ്പത്തില്ല, എല്ലാം ശത്രു എടുത്തോണ്ട് പോയി. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കുന്നുണ്ടോ? സ്തോത്രമല്ലേ? ഇന്നലകളിൽ അനുഭവിച്ചത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ. ആ സമയത്ത് 3-ാം വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച്
ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോണേ, ഞാൻ വായിച്ചോളാം. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാവോളം, സ്തോത്രം കേട്ടോ, കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. മതി. ഹല്ലേലൂയ, സ്തോത്രം. കരയുവാൻ ബലമില്ലാതെ ആകുവോളം എന്ത് ചെയ്തു? അവരുറക്കെ കരഞ്ഞു. സ്തോത്രം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല, ദാവീദിനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. അടുത്ത വാക്യം കണ്ടോ? ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദാവീദും സൈന്യവും പുറത്തു നോക്കി അമാലേക്യർ കടന്നു വന്ന് സിക്ലോഗിനെ തീ വെച്ച് തകർത്ത് അതിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊണ്ടുപോയി അവരുടെ സമ്പത്തുകൾ, നന്മകൾ എടുത്തുകൊണ്ടുപോയി. അല്ലെങ്കിൽ ദാവീദിനെതിരെ ജനം തിരിയത്തക്ക നിലയിൽ അവരുടെ ഹൃദയം കണ്ടപ്പെടുന്ന നിലയിലേക്ക് സംഭവങ്ങളും സാഹചര്യങ്ങളും മാറി തുടങ്ങി. ഈ സമയത്ത് ദാവീദ് ഒറ്റപ്പെട്ടു. ദാവീദ് എന്ത് ചെയ്തു? ദൈവസന്നിധിയെ മുട്ടുമടക്കി ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം അവനെ ധൈര്യപ്പെടുത്തി. സ്തോത്രം. ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം എന്നാറേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഞാൻ സ്തോത്രം. നീ ഇപ്പൊ നിൽക്കുന്ന ചില പരീക്ഷകളില്ലേ, ഞാൻ ഈ പരീക്ഷയെ ഇപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പിന്തുടരണമോ? സ്തോത്രം. അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ മറുപടി, പിന്തുടരുക. നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളുമെന്ന് എന്റെ അരുളപ്പാടാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ആത്മാവിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്താ സംഭവിച്ചത്? ദാവീദ് 600 പേരുമായി ചേർന്ന് ദൈവശബ്ദം ഏറ്റെടുത്തുകൊണ്ട് തങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാനായിട്ട് യാത്ര പുറപ്പെട്ടപ്പോൾ ഈജിപ്തിലുള്ള ഒരു മനുഷ്യൻ അവരെ എതിരേൽക്കുവാൻ ഇടയായി തീർന്നു. എതിരേറ്റപ്പോൾ ആ മനുഷ്യൻ പറയുക, നിങ്ങൾ ആരെ അന്വേഷിച്ചു പോകുന്നു? ദാവീദ് കാര്യം അവതരിപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ ദാവീദിനോട് പറയുക, അവൻ എവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ? അവൻ എവിടെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അവൻ ആ പാളയം കാണിച്ചു കൊടുത്തു. ദാവീദും സൈന്യം 600 പേരും കൂടെ ചെന്നപ്പോൾ സിക്ലോഗിനെ തകർത്ത് ഇത് പ്രാപിച്ചെടുത്തതിന്റെ ആഹ്ലാദത്തിൽ അവരിയ്ക്കുക. സ്തോത്രം. ആഹ്ലാദത്തിൽ അവരിയ്ക്കുക. എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി, പോരാടാൻ തുടങ്ങി. അതിന്റെ ശത്രുവിനോട് പോരാടാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നഷ്ടപ്പെട്ടത് മാത്രമല്ല, ശത്രുവിന്റെ പാളയത്തിലുള്ളതുപോലെ ലഭിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ദൈവം അവന്റെ കരത്തിൽ, രാജ്യത്തിന്റെ ആശുപത്രി ഇന്നവരെ ആത്മാവിന്റെ കൂടണമെന്ന് നിനക്ക് നഷ്ടപ്പെട്ടുപോയ നിന്റെ കയ്യിലുള്ളത് ചിലത് പ്രാർത്ഥിച്ചെടുത്ത് ശത്രുവിനെ ഒരു ദൈവപ്രവൃത്തി ഏർപ്പെടുകയോ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചോണം.
പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവിന്റെ നടപടികൾ ചില വിഷയത്തിന്റെ അകത്ത് അതിനെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ധൈര്യം ക്ഷയിച്ച് യാചിക്കുമ്പോൾ എന്നോട് ഇടപെടുന്നു. ദൈവം എന്നോട് പറയുക, ഈ പരീക്ഷയെ ഭയപ്പെടരുത്, ഈ പരീക്ഷയെ ഭയപ്പെടരുത്, ഈ പരീക്ഷയെ ഭയപ്പെടരുത്. മുന്നോട്ട് പോകുക, അതിനെ പിന്തുടരുക, അതിനോട് പോരാടുക, അതിനോട് പോരാടുക. നഷ്ടപ്പെട്ടു പോയി എന്നോടുള്ള ദൂതാണെന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായ ഇടപെടുകയാണ്. നിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുപോയത്, നിന്റെ തലമുറകളിൽ നിന്ന് കൊണ്ടുപോയത്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് ഇന്നും നിനക്ക് ലഭിക്കപ്പെടാതെ അവർ പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്ന ചില അമാലിയ പാളയത്തിനകത്തേക്ക് പ്രാർത്ഥിക്കുന്നവരെ എത്തിക്കാൻ നഷ്ടപ്പെട്ടു പോയത് മാത്രമല്ല, ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പല ദുർഘടപ്പെടുന്നു. നഷ്ടപ്പെട്ടു പോയത് ആത്മാവി പ്രാർത്ഥിച്ചേ, ആത്മാവി പ്രാർത്ഥിച്ചേ. പ്രാപിക്കേണ്ട നേരമാ, പ്രാപിക്കേണ്ട നേരമാ. കേട്ടുകൊണ്ടിരിക്കുന്ന നേരം മാത്രമല്ല, കേൾക്കണം. പ്രാപിക്കേണ്ട നേരമാ. ിനെ കണ്ടിട്ട് ദാവീദ് നിരാശപ്പെട്ട് തല കുടിച്ച് പേടിച്ച് കിളച്ച് ഇരുന്ന നല്ല മരണം അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. നിന്റെ കുടുംബത്തിന്റെ അകത്തുകൊണ്ട് പോയത്, നിന്റെ തലമുറയിൽ ദൈവത്ത് പറഞ്ഞത്, നീ അടങ്ങിയിരിക്കരുത്, നീ ഒന്നിയിരിക്കരുത്, നീ ആത്മാവിൽ പറയണം. പിതാവെ നിനക്ക് നഷ്ടപ്പെട്ടത്, മാതാവെ നിനക്ക് നഷ്ടപ്പെട്ടത്, കുഞ്ഞുങ്ങളെ നിനക്ക് നഷ്ടപ്പെട്ടത്, അത് ആത്മീയത്തിലാകട്ടെ, അത് ഭൗതികത്തിലാകട്ടെ, അത് കുടുംബത്തിലാകട്ടെ, അത് വ്യക്തിപരമാകട്ടെ, നിനക്ക് ഉയർന്നിട്ടുള്ള ഒരു സമയം ദൈവം മുന്നിൽ അഭിഷേകം വേണ്ടത്. ദൈവത്തോട് വേണ്ടത്
ദാവീദ് ഒതുങ്ങിയിരുന്നില്ല. ദാവീദ് നിരാശ തീരുന്നില്ല. ദാവീദ് നിരാശ തീരുന്നില്ല. അവന്റെ ജീവിതത്തിൽ മുൻപോട്ടാണ്, 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 മുൻപോട്ടില്ല. ശത്രുവിനോട് പോരാടി, ശത്രുവിനോട് പോരാടി, ശത്രുവിനോട് പോരാടി. ഇന്ന് ശത്രുവിനോട് പോരാടില്ല. ഈ ശത്രുവിനോട് വീഴുക, ആ വചനത്തിന്റെ വീഴുക. ആ തലമുറയ്ക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന വേദികളൊക്കെ അങ്ങനെ നിന്റെ കയ്യിലിരുന്നത്, നിന്റെ കുടുംബത്തിലിരുന്നത്, കുടുംബത്തിലിരുന്നത് കൊണ്ടുപോയി ആഘോഷിക്കുമ്പോൾ പിടിച്ചു കത്തി ചില ദൈവങ്ങൾക്ക് വാങ്ങിയിരുന്നു, ചില വിധങ്ങൾ വാങ്ങിയിരുന്നു, ചില യാത്രകൾ കുടുംബങ്ങളോട് എതിർത്ത് നിൽക്കുന്ന, ഭവനങ്ങളോട് എതിർത്ത് നിൽക്കുന്ന, വ്യക്തികളോട് എതിർത്ത് നിൽക്കുന്ന, തലമുറയോട് എതിർത്ത് നിൽക്കുന്ന അമാലിയയ്ക്ക് ശക്തി ഇന്ന് മകൾ തകരണം, ഇന്ന് മകൾ തകരണം, ഇന്ന് മകൾ തകരണം. ദൈവാത്മാവോട് വ്യക്തമായി കാണിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. വചനമെഴുതി അവരുടെ പുത്രന്മാരെ ഓർത്ത്, പുത്രിമാരെ ഓർത്ത് അവൻ വ്യസനിച്ചു, അവൻ വ്യസനിച്ചു. ദൈവാത്മാവ് ഇടപെടുക. നീ കരയണ്ട, നീ വേദനിക്കണ്ട, നീ വ്യസനിക്കണ്ട. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ സ്വർഗ്ഗം ഏറെയാണ്, ഏറെയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ദൈവങ്ങളെ ക്ഷണിക്കട്ടെ, ദൈവങ്ങളെ ക്ഷണിക്കട്ടെ. ദൈവത്തോട് പറയുക, ചിലർ ഒതുങ്ങിപ്പോയി, ഇനി പരീക്ഷയ്ക്ക് മുമ്പിൽ ഒതുങ്ങിപ്പോയി, ചില പരീക്ഷകളുടെ മുമ്പിൽ ഒതുങ്ങിപ്പോയി. ദൈവത്തോട് ചോദിക്കുന്നത്, ഈ പരീക്ഷയെ നാം പിന്തുടരണമോ? ഈ പരീക്ഷയെ പിന്തുടരണമോ? ദൈവം അപ്രതീക്ഷമായി ഈ പ്രവചനത്തിൽ ഏറ്റെടുക്കും, ഈ പ്രവചനത്തിൽ ഏറ്റെടുക്കും, ഈ പ്രവചനത്തിൽ ഏറ്റെടുക്കും. നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളാനാ അവര് പോയത്. പക്ഷെ തിരുവെടുത്ത് പഠിപ്പിക്കുന്നു, നഷ്ടപ്പെട്ടത് മാത്രം വീണ്ടെടുക്കുകയല്ല ചെയ്തത്, മറിച്ച് അമാലേക്കിന്റേത് അവര് കൊള്ളയെടുത്തു.
ഓ കൃപ കൃപ കൃപ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? കൊള്ള കണ്ണ് കിട്ടിയത് ദാവീദ് വീതിച്ചു കൊടുത്തു. കൊള്ള കണ്ണ് കിട്ടിയത് ദാവീദ് വീതിച്ചു കൊടുത്തു. കൊട്ടാരത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം സൈന്യാധിപതി അങ്ങനെ ദാവീദ് വീതിച്ചു കൊടുക്കുക. അതാണ് അന്നത്തെ ഒരു കാലഘട്ടം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നഷ്ടപ്പെട്ടത് വീണ്ടെടുത്ത ഒരു വിടുതലാണെങ്കിൽ പ്രതീക്ഷിക്കാത്തത് വന്നു ചേർന്നത് അത് മറ്റൊരു വിടുതലാണ്. പ്രതീക്ഷിക്കാത്തത് പ്രാവശ്യം കഴിഞ്ഞല്ലോ. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തികളെ നോക്കി, കുടുംബങ്ങളെ നോക്കി, ഈ കൂടിനെ ഏറ്റെടുത്ത് പ്രാപിക്കുന്നവരോട് ഒരു പ്രതീക്ഷിക്കാത്തത് ദൈവം പ്രതീക്ഷിക്കാത്ത ചിലത് കുടുംബങ്ങളിലേക്ക് വരുന്നു. പ്രതീക്ഷിക്കാത്ത ചിലത് കൊള്ള കണ്ടു കിട്ടുന്നത് പോലെ ദൈവാത്മാവ് ഇന്ന് പകൽ ഈ അഭിഷേകവും പോരാടുന്നതല്ല, ശത്രുവിനോട് പോരാടുന്ന ഈ ശത്രുവിനെ ശത്രുവിനല്ല ശത്രുവിന്റെ ചെയ്യുക. പ്രാർത്ഥിച്ചോ, ആൾക്കാരും പ്രാർത്ഥിച്ചോ. എന്നോട് ദൈവാത്മാവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. ശത്രുവിനെയും നിന്റെ അതിരി കയറിയതല്ല, ശത്രുവിനെയും നിന്റെ വീട്ടുവളത്തിൽ കയറിയതല്ല, ശത്രുവിനെയും നിന്റെ വീട്ടിനുള്ളിൽ കയറിയതല്ല, ശത്രുവിന്റെ പാളയത്തിന്റെ അകത്ത് ആ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ ആരാധിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ ഉപവസിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ വിൽക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ പോരാടാൻ കഴിയുന്നില്ല. ഇന്ന് പല ദൈവം അതിനെ മറന്നേനെ വിട്ടുകൊടുത്ത് സമർപ്പിക്കാൻ, വിട്ടുകൊടു കഴിപ്പിക്കാൻ, നിനക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടുകൊള്ളുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടുകൊള്ളുമെന്ന് ദൈവാത്മാവ് ദൂതടപെടുക. ഇന്ന് മകൻ പ്രാർത്ഥിച്ച ആത്മാവിൽ അതിനെ പ്രാപിക്കാനുള്ള, അതിനെ നേടിയെടുക്കാനുള്ള, ശത്രുവിനോട് പോരാടാനുള്ള, അതിനെ പിന്തുടരാനുള്ള, അതിനെ ജയിക്കാനുള്ള കൃപ ഇന്ന് ദൈവം പകർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വാക്യം കേട്ടോ, നിങ്ങൾ ആ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചോ. ശത്രുക്കൾ തിരിച്ചോണ്ട് പോയെങ്കിലും ഒന്നിന്റെയും പ്രാണം നഷ്ടപ്പെട്ടില്ല, ഒന്നിനെയും കൊല്ലാൻ അവർക്ക് മനസ്സു വന്നില്ല. കാരണം എന്താ? ഇത് വാഗ്ദത്ത ജനമാണ്, ഇത് വാഗ്ദത്ത ജനമാണ്. ഇന്ന് വൈകാലത്ത് ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, അവർക്ക് വേദനയുണ്ടായി, അവർക്ക് വിഷമമുണ്ടായി, പക്ഷെങ്കിൽ ശത്രു ഒന്നിന്റെ പോലും പ്രാണനെടുത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ശത്രു ജയിച്ച ആഘോഷം നടക്കുക അവരുടെ പാളയത്തിൽ, ശത്രു ജയിച്ച ആഘോഷം നടക്കുക അവരുടെ പാളയത്തിൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവരാഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷമായി ദാവീദിന്റെ സൈന്യത്തിന്റെയും അറ്റാക്ക്.
അവരുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം. അത് അവരുടെ ലക്ഷ്യം. പക്ഷെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? നഷ്ടപ്പെട്ടത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്നതും അവർക്ക് കൊള്ളയടിക്കുവാൻ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നഷ്ടപ്പെട്ടത് ചിലത് മടക്കി പ്രാപിക്കുന്ന സമയം ഉണ്ടെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു. അത് മാത്രമല്ല അപ്രതീക്ഷമായി. ഇത് ഉണ്ടെന്നറിഞ്ഞല്ല അവര് പോയത്. അവർക്ക് നഷ്ടപ്പെട്ടത് പ്രാപിക്കാനാ അവര് പോയത്. അത് തിരിച്ചു പിടിക്കാനാ അവര് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതും കൂടെ കിട്ടി. ഇതൊരു പ്രവചന ദൂതൻ. അപ്രതീക്ഷമായി ചിലതിനെ പ്രാപിക്കത്തക്ക നിലയിൽ നീ പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ അവർ മടങ്ങി വന്നു. ഭാരപ്പെട്ട് വേദനപ്പെട്ട് അതിൽ ചഞ്ചലിച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഇരട്ടി സന്തോഷം. ഈ പരീക്ഷയെ പിന്തുടരണമോ? ദൈവാത്മാവ് പറയുന്നു, നീ പ്രാർത്ഥിച്ചോണം, നീ പോരാടി പ്രാർത്ഥിച്ചോണം, നീ പിന്തുടർന്ന് പ്രാർത്ഥിച്ചോണം. ജയം നിനക്കാണെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ ദൂത് പറയാം. പോരാടി പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ജയമുണ്ട്. പോരാടി പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ. സങ്കീർത്തനക്കാരൻ എന്താ ഇവിടെ പറഞ്ഞേ? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഏതുപോലെ ഈ കൊള്ള കണ്ട് കിട്ടുന്നത് പോലെ നിന്റെ വചനത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് ആനന്ദം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെറുതെ ബൈബിള് തുറന്നിരുന്ന് വായിച്ചത് കൊണ്ട് വചനത്തിന്റെ അകത്തുനിന്ന് പ്രാപിക്കാൻ പറ്റത്തില്ല. ബൈബിൾ തുറക്കണമെന്ന് നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോ തന്നെ അത് തുറക്കാതിരിക്കാൻ പിശാച് പോരാടും. അപ്പം ഒരു കൊള്ള കണ്ട് കിട്ടുന്ന ഒരു സൈന്യത്തിനുണ്ടാകുന്ന സന്തോഷം പോലെയാണ് എനിക്ക് വചനം വായിക്കുമ്പോൾ എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യ ഭാഗം അത് പഠിപ്പിച്ചേ. മനസ്സിലായി നിങ്ങൾക്ക്? ഒരു കൊള്ള കണ്ടു കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, ഒരു നിധി കിട്ടുന്നത് പോലുള്ള സന്തോഷം, അതുപോലെയാണ് വചനം വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്, എന്റെ ജീവിതത്തിനുണ്ടാകുന്ന ആനന്ദമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു വെളിപ്പാടോടെ ദൈവം എന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം, ആ വചനത്തിന്റെ അകത്ത് പ്രിയപ്പെട്ടവരെ നിധിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ദൈവവചനത്തിന്റെ അകത്ത് നിധി കിടപ്പുണ്ട്. ദൈവവചനത്തിന്റെ അകത്ത് ആർക്കും വെളിപ്പെടാത്ത മർമ്മങ്ങൾ കിടപ്പുണ്ട്. ദൈവവചനത്തിന്റെ അകത്ത് ആർക്കും കിട്ടാത്ത വെളിപ്പാട് കിടപ്പുണ്ട്. ഞാൻ എടുത്ത് പ്രസംഗിച്ച് ഈ വചനം അടുത്തയാഴ്ച സനൂപ് പ്രസംഗിച്ചാൽ അതിന്റെ അകത്ത് വേറൊരു ആശയമായിരിക്കും വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് മാർമിക മർമ്മങ്ങൾ കിടപ്പുണ്ട്, വെളിപ്പാട് കിടപ്പുണ്ട്, നിധികൾ കിടപ്പുണ്ട്, വിടുതൽ കിടപ്പുണ്ട്. പക്ഷേ അതിനെ പ്രാപിക്കാതിരിക്കാൻ ശത്രു പോരാടും. ഒരു കൊള്ള കണ്ട് കിട്ടുന്ന അനുഭവത്തോടെ നമുക്ക് പ്രാപിക്കാൻ പറ്റും വചനത്തിൽ. പക്ഷെ പിശാച് അനുവദിക്കത്തില്ല, മനസ്സിരുത്തി വായിക്കാൻ അനുവദിക്കത്തില്ല, വിവേചിച്ച് വായിക്കാൻ അനുവദിക്കത്തില്ല, വെളിപ്പാടിൽ വായിക്കാൻ അനുവദിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകൽ ആ വിഷയത്തെ ദൈവം തൊടുമെന്ന കർത്താവിനോട് പറഞ്ഞത്. വചനം വായിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹമുള്ള ചില വ്യക്തികൾ
ദൈവാത്മാവിൽ എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു ഹല്ലേലൂയ. ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, നിനക്കതിനെ പ്രാപിക്കാൻ കഴിയും, നിനക്കതിനെ നേടിയെടുക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ആ മേഖലയിൽ ഒരു ജയം നടക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോടെ കേട്ടോ. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്നത് പോലെ, അപ്രതീക്ഷമായതിനെ പ്രാപിച്ചെടുത്തതുപോലെ ഇന്ന് ഹല്ലേലൂയ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ആത്മീയമായി ദൈവവചനത്തിലെ ഈ സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണം എന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് പോലെ വചനത്തിന്റെ അകത്ത് ഹല്ലേലൂയ അത്ഭുതങ്ങളെ കാണാൻ കഴിയാതെ നമ്മളെ കണ്ണിനെ അടയ്ക്കുന്ന ശത്രുവുണ്ട്. അതിനോട് പോരാടി പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? വചനം വായിക്കാൻ കഴിയാതെ, വചനം ഗ്രഹിക്കാൻ കഴിയാതെ, വചനം പ്രാപിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന മേഖലകളുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ ജയിക്കുന്ന ഒരു ദൂതാണ് ഈ ദൂത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിനെ ജയിച്ചേ നീ മടങ്ങാവും. സ്തോത്രം. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഒരു കൊള്ള കണ്ടു കിട്ടുന്ന വ്യക്തികളെ പോലെ വചനത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം ചിലതിനെ നമുക്ക് മടങ്ങി തരും, ചിലതിനെ വീണ്ടും ചിലതിനെ കണ്ടുകിട്ടും. ഇന്ന് പകൽക്കാലം നിങ്ങൾ അതിനു വേണ്ടി ഏൽപ്പിച്ചോണം, അതിനുവേണ്ടി സമർപ്പിച്ചോണം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ദൈവകരത്തിലേക്കൊന്ന് സമർപ്പിച്ചു, ദൈവകരത്തിലേക്കൊന്ന് സമർപ്പിച്ചു. ദൈവകരത്തിലേക്കൊന്ന് സമർപ്പിച്ചു, ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു. മധുരാഗമന ശകമനഘട അർത്ഥമനഘടക ജീലപ്രഭ. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം.